വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഭരണനിർവഹണത്തിൽ കേരളം രാജ്യത്ത് ഒന്നാമത്. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ, മനുഷ്യവിഭവ വികസനത്തിനുള്ള സഹായം, സാമൂഹ്യ സുരക്ഷ, സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, കുറ്റകൃത്യങ്ങൾ, നീതി നിർവഹണം, പരിസ്ഥിതി, സുതാര്യത, സാമ്പത്തിക സുരക്ഷ തുടങ്ങിയവയെല്ലാം പരിഗണിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടും ബിജെപി ഭരിക്കുന്ന ഗുജറാത്ത് മൂന്നാം സ്ഥാനത്തുമാണ്. ഭരണമികവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വ്യത്യസ്ത തീമുകൾ അനുസരിച്ച് തരംതിരിക്കുകയാണ് പട്ടികയിൽ ചെയ്തിരിക്കുന്നത്. 1994 മുതൽ ഇത്തരത്തിലുള്ള പട്ടിക തയ്യാറാക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ, മനുഷ്യവിഭവ വികസനത്തിനുള്ള സഹായം, സാമൂഹ്യ സുരക്ഷ, സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, കുറ്റകൃത്യങ്ങൾ, ക്രമസമാധാനം, നീതി നിർവഹണം, പരിസ്ഥിതി, സുതാര്യത, സാമ്പത്തിക സുരക്ഷ, സാമ്പത്തിക സ്വാതന്ത്ര്യം തുടങ്ങിയവയെല്ലാം പരിശോധിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 10 തീമുകളിലായി 26 വിഷയങ്ങളിലെ 82ഓളം വിഭാഗങ്ങൾ പരിശോധിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയിലും കേരളമാണ് രാജ്യത്ത് ഒന്നാമത്. മാനവശേഷി വികസനത്തിലും കേരളമാണ് മുന്നിൽ. മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടുപിന്നിൽ. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, അസം എന്നീ സംസ്ഥാനങ്ങളാണ് മാനവശേഷി വികസനത്തിൽ ഏറ്റവും പിന്നിൽ. തമിഴ്നാട് രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ ബിജെപി ഭരിക്കുന്ന ഗുജറാത്തിന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 2016 പട്ടികയിൽ മൂന്നാമതായിരുന്ന കർണാടക ഇത്തവണ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 5ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. മുൻ ചീഫ് ജസ്റ്റിസ് MN വെങ്കിടചെല്ലയ്യ, കർണാടക ലോകായുക്ത N സന്തോഷ് ഹെഗ്ഡെ, രാജസ്ഥാൻ മുൻ ചീഫ് സെക്രട്ടറി CK മാത്യു എന്നിവർ ചേർന്ന് പുറത്തിറക്കിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്താസമ്മേളനത്തിനിടെ AAP മുൻ മന്ത്രി കപിൽ മിശ്ര കുഴഞ്ഞു വീണു. അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള വാർത്താസമ്മേളനത്തിന് ഇടയിലാണ് സംഭവമുണ്ടായത്. കടലാസ് കമ്പനികളിൽ കെജ്രിവാളിന് കോടികളുടെ നിക്ഷേപമുണ്ടെന്ന് കപിൽ മിശ്ര പറഞ്ഞു. വിവരങ്ങളുമായി M സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എന്താണ് ഉണ്ടായത്? ഗുരുതരമായ അഴിമതി ആരോപണങ്ങളാണോ കെജ്രിവാളിന് നേരെ ഉന്നയിച്ചിരിക്കുന്നത്? അഞ്ജു, കെജ്രിവാളിനെതിരെ 5 ദിവസമായി മുൻ മന്ത്രി കപിൽ മിശ്ര നിരാഹാര സമരം നിരാഹാര സമരം നടത്തി വരികയാണ്. 5 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ പുതിയ അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കെജ്രിവാളിന് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ നിക്ഷേപമുണ്ട്, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ കെജ്രിവാൾ കൂട്ടുനിന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണമാണ് ഇപ്പോൾ കപിൽ മിശ്ര ഉയർത്തിയിരിക്കുന്നത്. ആക്സിസ് ബാങ്ക് വഴി കള്ളപ്പണം വെളുപ്പിച്ചു. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ച ഫണ്ട്, ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ച സംഭാവനയുടെ കാര്യത്തിലും ഗുരുതരമായിട്ടുള്ള അഴിമതി നടന്നു എന്നും കപിൽ മിശ്ര ആരോപിക്കുന്നു. 3 വർഷമായി AAP നേതാക്കൾ വിദേശയാത്രകളിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള ഒരു ആരോപണമുണ്ട്. അതോടൊപ്പം തന്നെ വ്യാജ കമ്പനികൾ രൂപീകരിച്ചാണ് ഇത്തരത്തിൽ അഴിമതി നടത്തുന്നത്. ഇത്തരത്തിൽ കെജ്രിവാൾ വ്യാജ കമ്പനി രൂപീകരിക്കുകയും അഴിമതി നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ആരോപണവും കപിൽ മിശ്ര മുന്നോട്ട് വെക്കുന്നു. ഈ വാർത്താ സമ്മേളനം നടന്ന ഉടനെയാണ് കപിൽ മിശ്ര കുഴഞ്ഞു വീണത്. ഇദ്ദേഹത്തെ പോലീസുകാർ ആശുപത്രിയിലേക്ക് മാറ്റി. അഞ്ജു, ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്ന് INTUC ദേശീയ പ്രസിഡന്റ് സഞ്ജീവ് റെഡ്ഡി. നേട്ടങ്ങളുടെ മാത്രമല്ല കോട്ടങ്ങളുടെ ഉത്തരവാദിത്വവും സോണിയ ഏറ്റെടുക്കണമെന്നും രാഹുൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്നും സഞ്ജീവ് റെഡ്ഡി പറഞ്ഞു. I say that Congress failure today, a responsibility go to the Sonia ji because she is the president of the AICC. She has to take responsibility. Therefore, Rahul Gandhi happened to be a young man and he may be a proper representative for the younger people in this country. Therefore, AICC should bring a new blood in the party to revive the Congress party, effectively working in the field of the public field. ഗവർണർക്കെതിരെ വിമർശനവുമായി BJP. പിണറായിയെ പേടിയാണെങ്കിൽ ഗവർണർ ഇറങ്ങിപ്പോകണമെന്ന് ശോഭാ സുരേന്ദ്രൻ. പദവിയോട് ഗവർണർ സാമാന്യ മര്യാദ പാലിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഗവർണർ അനങ്ങപ്പറന്നയം അത് ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടി അങ്ങ് പ്രതികരിക്കാൻ അങ്ങക്ക് പേടിയാണെങ്കിൽ പിണറായി വിജയനെ കാണുമ്പോ തലമുനിച്ച് എനിക്ക് പിണറായി വിജയനെ പേടിയാണ്, ഞാൻ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന് പറയാനാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണറുടെ ഭാവമെങ്കിൽ ദയവ് ചെയ്ത് അങ്ങ് കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുകയാണ്. PJ ജോസഫിന് താക്കീതുമായി KM മാണി. ഏതു മുന്നണിയിൽ പോകണമെന്ന് താൻ തീരുമാനിക്കുമെന്ന് മാണി. സ്വന്തം കാലിലാണ് കേരള കോൺഗ്രസ് നിൽക്കുന്നതെന്നും മാണി പറഞ്ഞു. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ വളരെ ശരിയാ. എങ്ങോട്ട് പോകണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഇത് ഞങ്ങൾ ഇപ്പോൾ ഇതിന്റെ ചോദ്യം പ്രസക്തമല്ല. ഞാനിപ്പോൾ എങ്ങോട്ടും പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ല.
ഹർത്താൽ ദിനത്തിൽ ആശുപത്രിയിലും RSS ക്രൂരത. പരിയാരം മെഡിക്കൽ കോളേജിലെ RSS ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. RSS നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ആക്രമണമുണ്ടായത്. വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തിൽ 100-ലധികം ആളുകളാണ് ആക്രമണം നടത്തിയത്. ഹർത്താലിന്റെ മറവിലാണ് കഴിഞ്ഞ ദിവസം RSS BJP പ്രവർത്തകർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അക്രമം അഴിച്ചുവിട്ടത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെയും കൊണ്ടുവന്ന പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ ആംബുലൻസ് അക്രമികൾ തകർത്തു. കാഷ്വാലിറ്റിയുടെ മുന്നിൽ വെച്ചായിരുന്നു RSS ആക്രമണം. RSS സംസ്ഥാന നേതാവ് വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തിൽ അക്രമികൾ അഴിഞ്ഞാടുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. 100ഓളം പേരാണ് അക്രമി സംഘത്തിലുണ്ടായിരുന്നത്. ആശുപത്രിക്ക് മുമ്പിൽ മണിക്കൂറുകളോളം സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയും RSS പ്രവർത്തകർ അടിച്ചു തകർത്തു. കാഷ്വാലിറ്റിയിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പ്രവേശിപ്പിക്കുന്ന റെഡ് ലൈൻ ട്രയാജ് സംവിധാനമുള്ള ഭാഗത്തായിരുന്നു അക്രമം. അപകടത്തിൽ പരിക്കേറ്റ് കാഷ്വാലിറ്റിയിലെത്തുന്ന രോഗികളുടേതുൾപ്പെടെ ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവമുണ്ടോ എന്ന് പരിശോധിക്കുന്ന നവീന USG മെഷീനും അക്രമികൾ തകർത്തു. ആശുപത്രിക്ക് നേരെ RSS BJP പ്രവർത്തകർ നടത്തിയ അക്രമത്തിനെതിരെ വൻ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. ഇടവേള. കോൺഗ്രസ് നേതാവും മുൻ MPയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ N. പീതാംബരക്കുറുപ്പ് അറസ്റ്റിലായേക്കും. റെയിൽവേ ജോലി വാഗ്ദാനം ചെയ്ത് 21 ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി. നേരത്തെ ഇതേ കേസിൽ കോൺഗ്രസ് മുൻ MLA MP വിൻസെന്റ് അറസ്റ്റിലായിരുന്നു. റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയെന്ന തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശി ഷാജുവിന്റെ പരാതിയിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കായിക താരമായിരുന്ന മകൻ സനീഷിന് സ്പോർട്സ് കോട്ടയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ മുൻ MP പീതാംബരക്കുറുപ്പും മുൻ MLA MP വിൻസെന്റും 22 ലക്ഷം രൂപ തട്ടി എന്നാണ് പരാതി. 2013 നവംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം. DGPക്ക് നൽകിയ പരാതിയിൽ കഴിഞ്ഞ വർഷം പീതാംബരക്കുറുപ്പ് ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തിരുന്നു. കേസിലെ 2ാം പ്രതിയായ MP വിൻസെന്റിനെ കഴിഞ്ഞ ദിവസം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. കേസിൽ 3ാം പ്രതിയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ N. പീതാംബരക്കുറുപ്പിന്റെ പങ്കാളിത്തത്തിൽ അന്വേഷണം ഊർജിതമാക്കി. രേഖകൾ പരിശോധിച്ച ഉറപ്പുവരുത്തിയ ശേഷം ഉടൻ അറസ്റ്റുണ്ടായേക്കും എന്നാണ് സൂചന. 1ാം പ്രതി ഷിബു ടി ബാലനും 3ാം പ്രതി പീതാംബരക്കുറുപ്പുമാണ് ഇനി പിടിയിലാകാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രതീക്ഷിച്ചത്ര വേനൽ മഴ ലഭിക്കാത്തതിനാൽ തൃശൂർ ജില്ലയിലെ ഡാമുകളിൽ ജലനിരപ്പ് താഴുന്നത് ആശങ്ക പടർത്തുകയാണ്. പ്രവചനങ്ങൾക്കനുസരിച്ച് ഇനിയും മഴയുണ്ടായില്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള ജലവിതരണം പൂർണ്ണമായി മുടങ്ങിയേക്കും. 2 പതിറ്റാണ്ടിനിടെ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പാണ് ചിമ്മിനി ഡാമിൽ ഇപ്പോഴുള്ളത്. ജില്ലയുടെ കുടിവെള്ള സ്രോതസ്സുകളായ പീച്ചി, ചിമ്മിനി, വാഴാനി ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞത് വേനലിന്റെ തുടക്കത്തിൽ തന്നെ കുടിവെള്ള വിതരണത്തെ ബാധിച്ചിരുന്നു. വേനൽ മഴയിൽ ജലനിരപ്പ് കാര്യമായി ഉയർന്നില്ലെങ്കിലും തൃശൂർ നഗരത്തിന്റെ ദാഹമകറ്റുന്ന പീച്ചി ഡാമിൽ നിലവിൽ വിതരണം തുടരാനുള്ള വെള്ളമുണ്ട്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ ജലമെത്തിക്കുന്ന ചിമ്മിനി ഡാമിൽ 2.89 മില്യൺ ക്യൂബിക് മീറ്റർ ജലനിരപ്പാണ് ഉള്ളത്. ഈ നില തുടർന്നാൽ ആഴ്ചകൾക്കുള്ളിൽ പുറത്തേക്ക് വെള്ളമൊഴുക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലെത്തും. 22 വർഷത്തിനിടെ ആദ്യമായാണ് ജലനിരപ്പ് ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തുന്നത്. ഞാൻ കണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും വരൾച്ച ഭയങ്കര അധികം കണ്ടിരിക്കുന്നത് ഈ ഒരു വർഷത്താണ്. കാരണം എന്താ വെച്ചാൽ മഴ വളരെയധികം കുറവായിരുന്നു. കഴിഞ്ഞ വർഷം വളരെയധികം കുറവായിരുന്നു. റിസർവറിൽ വെള്ളം ഏരിയ ഉണ്ടായില്ല. ഇപ്പോൾ പറയുന്നുണ്ടോ ഇത്ര ഏരിയയിൽ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു. നിലവിൽ 40.04 മീറ്റർ ജലം അവശേഷിക്കുന്നുണ്ട്. ഇത് 40 മീറ്ററിന് താഴെ എത്തിയാൽ കുറുമാലിപ്പുഴയുടെ തീരത്തെ ജനങ്ങൾ വരൾച്ചയുടെ പിടിയിലാകും. ഈ മാസം പരക്കെ മഴ ലഭിച്ചാൽ മാത്രമേ ഡാമുകളിലെ ജലനിരപ്പ് പിടിച്ചു നിർത്താനാകൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൂർത്ത കൊമ്പും മുനയുള്ള നഖവുമുള്ള അക്രമി, പതുങ്ങാനും പായാനും മാത്രം അറിയാവുന്ന ഇര. അവർ തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്താണ് ഉണ്ടാവുക? തിരുവനന്തപുരത്തു നിന്നും ഒരു പുതിയ പഞ്ചതന്ത്ര കാഴ്ച. പീപ്പിളിന്റെ ക്യാമറമാൻ രാഹുൽ ചന്ദ്രൻ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. മാളത്തിൽ നിരപിടിക്കാൻ ഇറങ്ങിയ എലിക്കും ആകാശത്തു നിന്ന് താഴെ ഇറങ്ങിയ കാക്കയ്ക്കും ഒരേ ലക്ഷ്യം മാത്രം: വയറിന്റെ പട്ടിണി മാറ്റണം. ആക്രമിക്ക് മുന്നിൽ നിന്നും പാഞ്ഞോടിയൊലിക്കുന്ന എലി വറുതിയുടെ കാലത്തെ മറ്റൊരു അതിജീവന കാഴ്ചയായി. കൊത്തിക്കൊണ്ട് പറക്കാനായിരുന്നു കാക്കയുടെ ഉദ്യമം. ക്ഷമ നശിച്ച എലി പിന്നെ തിരിഞ്ഞു നിന്നതോടെ കാക്ക പ്രാണരക്ഷാർത്ഥം മരക്കൊമ്പിലേക്ക് ചേക്കേറി.
രക്ഷപ്പെടലിന്റെ ആശ്വാസത്തോടെ ദീർഘശ്വാസമെടുക്കുന്ന എലിയും മരക്കൊമ്പിലിരുന്ന് നഷ്ടപ്പെട്ട ഭക്ഷണത്തെ ആർത്തിയോടെ ഉറ്റുനോക്കുന്ന കാക്കയും അതിജീവനമെന്നത് മനുഷ്യരുടെ മാത്രം പ്രശ്നമല്ലെന്ന് വിളിച്ചു പറയുന്നു. ക്യാമറമാൻ രാഹുൽ ചന്ദ്രൻ പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.